ക്ലാസ്സും കഴിഞ്ഞ് വീട്ടിലോട്ട് വരുന്ന സമയത്ത് മോക്ക് ചെറിയ പനിയും ചിനിയൊക്കെ കണ്ടു കേട്ടോ. അപ്പൊ പിന്നെ നേരെ ഹോസ്പിറ്റലിലോട്ട് പോകും. അവൾക്ക് നല്ല രീതിയിൽ ക്ഷീണം ഉണ്ടായിരുന്നു. പക്ഷെ എന്നെ കണ്ടപ്പോൾ അവളെ പകുതി ക്ഷീണം മാറിയിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും പോകുന്നത് കണ്ടിട്ട് മോൾ നല്ല രീതിക്ക് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഹോസ്പിറ്റലിലോട്ട് എൻ്റെ കൂടെ അച്ഛനായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. സ്കൂളിലോട്ട് പോകാൻ തുടങ്ങിയത് മുതൽ അവൾക്ക് ഇടക്കിടക്കുള്ള പനിയും ചിനിയൊക്കെ കണക്കാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിത് പെട്ടെന്ന് തന്നെ ഡോക്ടറെയും കാണിച്ച് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ വീട്ടിലോട്ട് വിട്ടു കേട്ടോ. വീട്ടിലെത്തിയപ്പോൾ അമ്മ മുറ്റഴിച്ച് വരുന്നുണ്ടായിരുന്നു. ഞാനും കരുതി പച്ചക്കറിക്ക് വെള്ളം നനക്കാം. പച്ചക്കറിക്ക് വെള്ളം നനക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ കശ്മീക്കുട്ടിനെ ഒന്ന് സന്തോഷിപ്പിക്കാനായിട്ട് ഞാൻ വെള്ളം മുകളിലോട്ടാക്കി. പക്ഷെ അവൾക്ക് യാതൊരു റിയാക്ഷനും ഉണ്ടായില്ല. മൊത്തം ഷോക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. കമന്റ് ചെയ്യാനും വിട്ടുപോലെ. ടാറ്റ ബൈ, സീ യു. ക്ലാസ്സും കഴിഞ്ഞ് വീട്ടിലോട്ട് വരുന്ന സമയത്ത് മോക്ക് ചെറിയ പനിയും ചിനിയൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ പിന്നെ നേരെ ഹോസ്പിറ്റലിലോട്ട് പോകും. അവൾക്ക് നല്ല രീതിയിൽ ക്ഷീണം ഉണ്ടായിരുന്നു. പക്ഷെ എന്നെ കണ്ടപ്പോൾ അവളെ പകുതി ക്ഷീണം മാറിയിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും പോകുന്നത് കണ്ടിട്ട് മോൾ നല്ല രീതിക്ക് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഹോസ്പിറ്റലിലോട്ട് എൻ്റെ കൂടെ അച്ഛനായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. സ്കൂളിലോട്ട് പോകാൻ തുടങ്ങിയത് മുതൽ അവൾക്ക് ഇടക്കിടക്കുള്ള പനിയും ചിനിയൊക്കെ